നമസ്കാരം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സുരക്ഷയും വളർച്ചയും യഥാസമയം നടത്താനുമൊക്കെയാണ് നമ്മൾ ഭരണകർത്താക്കളെ ചുമതലയേൽപ്പിക്കുന്നത്. അത് പഞ്ചായത്ത് മെമ്പറായാലും അതുപോലെ അതിന് മുകളിലേക്ക് MLA ആയാലും MP ആയാലും കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും മറ്റു മന്ത്രിമാരായാലും MLA മാരായാലും ആരായാലും അത് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളുടെ സുരക്ഷയെ എങ്ങനെ തകിടം മറിക്കാമെന്നാണ്. തകിടം മറിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരുടെ സുരക്ഷയ്ക്ക്, അവരുടെ ധന കൊള്ളയ്ക്ക്, അവരുടെ ജീവിതമാർഗം പുഷ്ടിപ്പെടുത്തുന്നതിന്, അവരുടെ വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ, നമ്മൾ കേരളത്തിലെടുക്കാം, കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിച്ച് ജീവിക്കുന്ന ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം അവർ നടപ്പിലാക്കി വരുന്നു. ആരും മോശക്കാരില്ല. ഇപ്പോൾ പിണറായി സർക്കാരും അതിൽ മോശക്കാരൊന്നുമല്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആതുരാലയത്തിലേക്ക് പോകുന്നതിനാണ്. അവിടെ നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ, പരമാവധി കുറഞ്ഞ ചെലവിൽ അത് പരിഹരിക്കപ്പെട്ട് ആരോഗ്യത്തോടെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും, പിന്നീട് അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെല്ലുന്നത്. വലിയ സർജറികളും വലിയ ഫീസും വലിയ നിരക്കും വരുമ്പോൾ, കിടപ്പാടം മറ്റും അല്ലാതെയുമൊക്കെ ചെലവഴിക്കേണ്ടി വരുമ്പോൾ, തെരുവിലിറക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ വലിയ ഭീകരമായ ചാർജസ് ഉള്ള, അതായത് വലിയ ഫീസുള്ള, വലിയ പണച്ചെലവുള്ള ഓപ്പറേഷനുകളും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും സ്കാനിങ്ങും അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ നടക്കുമ്പോൾ ജനങ്ങൾക്കൊരു വളരെ ആശ്വാസമാണ്. കാരണം ജനങ്ങളുടെ നികുതി പണം എടുത്ത് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നതും എല്ലാം. കാരണം ജനങ്ങൾ തന്നെയാണ് ആ സ്ഥാപനം നടത്തുന്നത്, മെഡിക്കൽ കോളേജ് നടത്തുന്നത് എന്ന് തന്നെയാണ് സാരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടണം. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയ ഭീമമായ നിരക്കുകൾ കൊടുത്ത് സർജറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഈ ആശുപത്രികളിൽ ക്യൂ നിൽക്കുകയാണ്. അത്തരത്തിൽ ക്യൂ നിൽക്കുമ്പോൾ അവിടെ യഥാസമയം സർജറി നടക്കുന്നില്ല, മറ്റ് ചികിത്സകൾ നടക്കുന്നില്ല. ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ ഉള്ള കിടപ്പാടം പണയപ്പെടുത്തിയെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒരുങ്ങുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അഥവാ ഇവിടെ സർക്കാർ അത് ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് സർജറി ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും അവിടെ യഥാസമയം കൊണ്ടുവെക്കാത്തത്. ഇനി അഥവാ അത്തരത്തിൽ പണം അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപകരണങ്ങളായി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കൊള്ളയടിക്കപ്പെടുന്നത്. ആ കൊള്ളയുടെ പങ്ക് കൂടി പറ്റിക്കൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രിയും അവരെ നയിച്ചുകൊണ്ട് പോകുന്ന മുഖ്യമന്ത്രിയും നമ്മൾ കേരളത്തിന് ഒരു അധികപ്പറ്റാകുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത കാലത്ത് സൈബർ സഖാക്കളും എല്ലാം അതുപോലെ മറ്റുള്ളവരും എല്ലാം ഒരുപോലെ സപ്പോർട്ട് ചെയ്ത ഒരു കേസ്, ഡോക്ടർ ഹാരിസിൻ്റെത്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇവിടെ സാധുക്കൾ, പാവപ്പെട്ട ആൾക്കാർ അവരുടെ സർജറി അല്ലെങ്കിൽ അവരുടെ മറ്റ് ആവശ്യങ്ങൾ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യമായ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ രോഗികൾ മരിച്ചു പോകുന്ന, അവരുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, യഥാസമയം ചികിത്സ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് തുറന്നു പറഞ്ഞു. അഴിമതിക്കറ ഇതുവരെ പുരളാത്ത ഒരു കറ തീർന്ന നല്ലൊരു അപ്പോത്തിക്കരിയാണ് എന്ന് നമുക്ക് പറയാം. ഒരു ഭിഷഗ്വരനാണ്, ഒരു ഡോക്ടറാണ് അദ്ദേഹം. രാജാവ് നഗ്നനാണ് എന്നാണ് വിളിച്ചു പറഞ്ഞത്. പക്ഷേ ആ തുണിയെടുത്ത് കൊടുത്ത് രാജാവ് നഗ്നത മറയ്ക്കേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ചെയ്തു വെക്കുന്നത് ഈ വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കി മുദ്ര കുത്തി സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. നോക്കൂ, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്നിട്ട് നമ്മൾ ജനങ്ങൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാ പ്രതികരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ അവിടെ തെരഞ്ഞെടുത്ത കസേരയിൽ എത്തിയേക്കുന്നത് ഞാനും നിങ്ങളും അടക്കമുള്ള ആൾക്കാരല്ലേ. നമ്മൾ പറയുന്ന അനുസരിച്ച് ഭരിക്കാനല്ലേ അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. അഥവാ നമ്മുടെ ഈ സംസ്ഥാനം, നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ മേഖല, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന വിധത്തിൽ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് ക്രിയാത്മകമായി നടത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ കസേരയിൽ പിടിച്ച് ഇവരെയൊക്കെ ഇരുത്തിയേക്കുന്നത്. എന്നാൽ അവർ ചെയ്യുന്നത് കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മളോട് ചോദിച്ചറിഞ്ഞ് എന്താണ് നമ്മുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി ഓരോന്ന് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. എങ്ങനെ? വെറുതെ പിരിച്ചുവിടല്ല, അവരെ കള്ളനാക്കി മുദ്ര കുത്തിയിട്ട് പിരിച്ചുവിടുക. ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ രോഗികൾ മരിച്ചു വീഴുന്നു എന്ന സത്യം ഈ ലോകത്ത്, അത് മെഡിക്കൽ കോളേജുകളിൽ മരിച്ചു വീഴുന്നു എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതിനാണ്. സാധാരണഗതിയിൽ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ ഒക്കെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രതിരോധ സംവിധാനം വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ കവച്ചു വെച്ച് അതിനെ അടിച്ചമർത്താൻ വേണ്ടി സൈബർ സഖാക്കൾ രംഗത്ത് വരാറുണ്ട്. എന്നാൽ ഇവിടെ സൈബർ സഖാക്കൾ പോലും ഈ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഹാരിസിന്റെ കൂടെ നിന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അപ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടങ്ങുന്ന ഈ സംവിധാനം ഡോക്ടർ ഹാരിസിനെ പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളല്ലേ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് അങ്ങോട്ട് വിജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടത്? ചോദിക്കണം. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ, 3.5 കോടി ജനങ്ങൾ
നമ്മുടെ ജീവന് വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് സംസാരിച്ചത്. അല്ലാതെ ഇവിടുത്തെ കോടീശ്വരന്മാർക്കും അമേരിക്കയിലും ഉഗാണ്ടയിലും പോയി ചികിത്സിക്കുന്ന മുഖ്യമന്ത്രിമാരടക്കമുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിച്ച ഈ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവരാണ് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചികിത്സിക്കാനും നമ്മുടെ ശരീരം കീറിമുറിക്കാനും വേണ്ടി അവിടെ ഇരിക്കേണ്ടത്. പകരം നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടി നിയമിച്ച് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഈ സർക്കാർ സംവിധാനങ്ങളെ, ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളെയും അവരിൽ നിന്ന് പണം കൈപ്പറ്റി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വന്തം പാർട്ടിയും സ്വന്തം ആൾക്കാരെയും വളർത്താനും അവരുടെ സാമ്പത്തിക സാമ്രാജ്യം വളർത്താനും അവരുടെ അധികാര തിണ്ണുപിടുക്ക് കാട്ടാനും വേണ്ടിയുള്ള ഒരു വിഭാഗം, അവരെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? അതിന്റെ ആവശ്യമില്ല. സത്യത്തിൽ ജനം എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങൾ പ്രതികരിക്കണം, ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കണം. ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരാണ് സർവീസിൽ വേണ്ടത്. Different angles. Don't forget to subscribe and support this channel.